2 കപ്പ് തൈരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഒറ്റ രസം മാത്രം മതി കേട്ടോ, വയറ് നിറച്ച് നമുക്ക് ചോറുണ്ണാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തൈര് രസമാണ്. അതിനായിട്ട് 2 കപ്പ് തൈര് എടുത്ത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് 3-4 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കടുക് ഒരു 1/2 ടീസ്പൂൺ ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. അതിനുശേഷം നമ്മൾ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്ത് നമുക്കത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് 4 ഡ്രൈ ചില്ലിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് മുളകും കൂടി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഇനി നമുക്ക് 2 ടൊമാറ്റോ ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഒരു 2 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് കായം പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പിന്നീട് തൈരൊക്കെ ചേർത്തതിന് ശേഷം പോരായികയുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ പൊടികളെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് നോർമൽ വാട്ടറും കൂടി ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ട് തിളച്ച് ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത 2 കപ്പ് തൈരുണ്ട്. നമുക്ക് ആ തൈരും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് നമ്മളൊരു മീഡിയം സൈസ് പുളിയിലുള്ള തൈരാണ് എടുക്കേണ്ടത്. ഒട്ടും തന്നെ പുളിയില്ലാത്ത തൈരോ ഒരുപാട് പുളിയുള്ള തൈരോ നമ്മൾ തൈര് രസത്തിന് ചേർക്കേണ്ടതില്ല. തൈരും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തൈരൊന്ന് ചൂട് കയറി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നന്നായിട്ട് തിളപ്പിച്ചെടുക്കരുത്. ഒന്ന് ചൂട് കയറി നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. തൈര് രസം വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ഒരു പറ ചോറുണ്ണാനായിട്ട്, മറ്റൊരു കറിയും വേണ്ട. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ഓൾ എന്നൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണും. അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.